ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മാത്രമാണ്. അതിനുശേഷം ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ചിക്കൻ സെപ്പറേറ്റ് ആക്കി വെക്കുക. നമ്മുടെ ചിക്കൻ സ്റ്റോക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇനി നമുക്ക് ആ പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള എന്നിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ കുറച്ച് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിന് ഒരു ബൗളിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ മസാല അടി പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മളുടെ സവോള വഴണ്ടതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ നന്നായിട്ട് അടച്ചു വെച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്തതിന് ശേഷം ആ പച്ചമണമൊക്കെ മസാലയുടെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല എത്തുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ്, നോർമൽ വാട്ടർ അല്ല, ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സാക്കി നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും നമ്മളുടെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇന്ന് ചിക്കൻ കറി ട്രൈ ചെയ്യാൻ പോകുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ട്രൈ ചെയ്തു. സൂപ്പർ.